ഇത് റീസൈക്ലിംഗ് ഗുഡ്സ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മോഡേൺ ട്രഡീഷണൽ കിച്ചണാണ്. നമ്മൾ കാണുന്നത് പോലെ തന്നെ പ്രൗഢിയും അതോടൊപ്പം തന്നെ ലോങ് ലാസ്റ്റിംഗുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഗുഡ്സ് റീസൈക്കിൾ ചെയ്ത് ഇത്തരം രൂപത്തിലാക്കിയെടുക്കുന്ന ഒരു ശൈലി, ഒരു പാറ്റേൺ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ബെഡ്റൂമുകൾ മാത്രമാണ് നമ്മൾ, അല്ലെങ്കിൽ ലിവിംഗ് റൂം, ഗസ്റ്റ് റൂമുകൾ മാത്രമാണ് നമ്മൾ അലങ്കരിക്കുക. പക്ഷേ ഈ അടുത്ത കാലത്തെ നമ്മുടെ സ്ത്രീകളെല്ലാം തന്നെ കിച്ചണിൻ്റെ കാര്യത്തിലും ഏറെ അവയർനെസ് ഉള്ള ആളുകളാണ്. കാരണം കിച്ചണും വളരെയധികം ഭംഗിയുള്ളതായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സ്ത്രീകളെല്ലാം തന്നെ. എന്തുകൊണ്ട് അത്തരം ഭംഗി ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇത്തരം നമ്മുടെ റീസൈക്ലിംഗ് ഗുഡ്സ് ഉപയോഗിച്ചിട്ടുള്ള കിച്ചണിലേക്ക് പോയിക്കൂടാ? റീസൈക്ലിംഗ് വുഡ് എന്ന് പറയുന്നത് നമ്മൾ പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നത്, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, എന്നാൽ വളരെ പഴകിയതല്ലാതെ ഒരു 100 കൊല്ലോ അല്ലെങ്കിൽ 80 കൊല്ലോ 60 കൊല്ലോ ഒക്കെ വർഷം പഴക്കമുള്ള മര ഉരുപ്പടികൾ നമ്മൾ പഴയ കെട്ടിടത്തിൽ നിന്ന് പൊളിച്ചടുക്കി അതിന് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. അതിലെ മോശമായ ഭാഗങ്ങൾ ഒഴിവാക്കി നല്ല മരം സോളിഡായിട്ടുള്ള വുഡാണത്. അത് ശരിക്കും സീസൺ ചെയ്യപ്പെട്ട വുഡാണ്. കാരണം അതിന് ഇനി ചുരുങ്ങാനോ വളയാനോ ഒന്നുമില്ല. അത് വേണമെങ്കിൽ അത്തരം വുഡുകൾ ഉപയോഗിക്കുമ്പം ലിൻസിഡ് ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പലപ്പോഴും ഇത്തരം റീസൈക്ലിംഗ് വുഡിനെ പറ്റിയൊരു അപവാദം എന്ന് വെച്ചാൽ അതിൻ്റെ ഓയിൽ കണ്ടന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അത് കാരണം ആ വുഡ് ഡ്യൂറബിൾ അല്ല എന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ ലിൻസിഡ് ഓയിൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത്തരം ലിൻസിഡ് ഓയിൽ ഉപയോഗിച്ച് അതിനെ ലിൻസിഡ് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ആ മരം വളരെയധികം എണ്ണമയുള്ള മരമായിട്ട് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ മരത്തിൻ്റെ എണ്ണമയം കൂടുകയും ആ മരം വളരെ കാലം ഡ്യൂറബിളായി നിൽക്കാനും അതിനെ കട്ട് ചെയ്യുമ്പോൾ അത് ചെതറിപ്പോകാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പം വളരെ നമ്മൾ ഇൻഡസ്ട്രി ലെവലിൽ ചെയ്യുകയാണെങ്കിൽ ലിൻസിഡ് ഓയിലിൻ്റെ ഒരു വലിയ ടാങ്ക് തന്നെ ഇത്തരം സാധനങ്ങൾ മരങ്ങൾ നമ്മൾ സീസൺ ചെയ്യുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മരം നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം കബോർഡുകളെല്ലാം തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ, അത്തരം ലോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലോക്കൽ മെറ്റീരിയൽസുകൾ കൊണ്ടുള്ള കബോർഡുകളും ഇത്തരം കിച്ചണുകളാണ്. അതിൻ്റെയൊക്കെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ലാസ്റ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യമെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം പോകാവുന്ന ഒരു പാറ്റേണും ഒരു ഡിസൈനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറെ പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയോടെ ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ റീസൈക്ലിംഗ് ഗുഡ്സ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചൺ. ഞാൻ പറയുന്നത് ഒരു മരം മുറിക്കാതെ നമ്മൾ മുറിച്ച് മാറ്റിയ മരത്തെ വീണ്ടും റീസൈക്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രകൃതി സ്നേഹം കൂടിയാണ്. അതൊരു എക്കോ ഫ്രണ്ട്ലി അപ്രോച്ചാണ്. ഹോസ്പിറ്റൽ, ഹോട്ടൽ, അങ്ങനെയൊക്കെ ധാരാളം പ്രോജക്റ്റുകൾ തന്നെ ഇത് വളരെ സക്സസ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം വലിയ ഒരു ഹോട്ടൽ ചെയ്യണമെങ്കിൽ ഒരു 10-30 ഡോറും ഒരു 10-30 ജനലും ഒക്കെ കളക്ട് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ച് ഡിസൈൻ ഉണ്ടാക്കും. ആ ഡിസൈൻ അനുസരിച്ച് ലേഔട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിന് ഒരു റിതം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് റിതമാണ്. അപ്പോൾ ആ റിതം നമ്മൾ ഡിസൈനിൽ ഫോളോ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ, ഉരുപ്പടികൾ കളക്ട് ചെയ്ത് ആ ഉരുപ്പടികളെ നമ്മൾ കൃത്യമായ രീതിയിൽ ലേഔട്ട് ചെയ്യണം. അങ്ങനെ ലേഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും വളരെ ഡ്യൂറബിളായിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ടും ഉള്ളൊരു സമീപനം. ഒരു ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ സിമെൻറ്റും കമ്പി ഉപയോഗിച്ച് ചെയ്യുന്ന മാത്രം ബിൽഡിംഗ് അല്ല. ഗ്രീൻ കോൺസെപ്റ്റ് നമുക്ക് നമ്മുടെ ചുറ്റുപാടും തന്നെ കളക്ട് ചെയ്ത് അത്തരം ഒരു ഗ്രീൻ കോൺസെപ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മെസ്സേജ് കൂടി ഈ റീസൈക്ലിംഗ് വുഡിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് സമൂഹത്തിന് നൽകാൻ പറ്റും. നോർമലി നമ്മുടെ വീടുകളും മാത്രമല്ല റിസോർട്ടുകളും ഹോട്ടലുകളും ഹോസ്പിറ്റലുകളും എല്ലാം തന്നെ റീസൈക്കിൾ ഗുഡ്സ് കൊണ്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിലാണ്. ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് റീസൈക്കിൾ ഗുഡ്സ് കൊണ്ട് തന്നെയാണ്. സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ഫീലിനേക്കാൾ കൂടുതൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എല്ലാ ഭാഗങ്ങളും നമുക്ക് നമ്മുടെ പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു നാലുകെട്ടിൻ്റെ ഫീല് നമുക്ക് തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പഴമ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഡോറിന് മുമ്പിലാണ്. ഈ ഡോറിൽ മണിച്ചിത്രത്താഴും അതോടൊപ്പം തന്നെ വളരെ പവർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡോറായിട്ടാണ് ഇത് നമുക്ക് കാണാൻ പറ്റുക.
ഒരു റീസൈക്കിൾ ഗുഡ്സ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് കാഴ്ചയിൽ എന്ന പോലെ തന്നെ ഇതിൻ്റെ പവർഫുൾനെസ് വളരെ ശക്തമാണ്. എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി. ഇത് ഈ ഹോസ്പിറ്റലിലെ റിസപ്ഷനാണ്. പക്ഷേ ഇതൊരിക്കലും നമുക്കൊരു റിസപ്ഷനായിട്ട് തോന്നുകയില്ല. കാരണം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. വളരെ നമ്മൾ സാധാരണ വളരെയധികം സംഘർഷഭരിതം അല്ലെങ്കിൽ ടെൻഷനായിട്ടാണ് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലേക്ക് വരാറ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു നമ്മുടെ വീടുകളിലേക്ക് വരുന്ന പോലെ ഒരു ഫീലാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും മനോഹരമായിട്ടൊരു പോർഷനാണ്. ഇവിടെ വരുന്ന രോഗികളും മറ്റെല്ലാവരും തന്നെ അവരുടെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ തോന്നിയിട്ടുള്ളത് നമ്മുടെ തറവാടുകളിൽ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ നാലുകെട്ടുകളിലെല്ലാം തന്നെ വൈകുന്നേരങ്ങൾ ഇങ്ങനെയായിരുന്നു ചിലവഴിക്കാറ്. ഇത്തരം കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇത്തരം ഒരു പ്രതീതി ഉണ്ടാക്കുന്ന രൂപത്തിലായിരുന്നു പണ്ടൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഭംഗിയുള്ള പോർഷൻസ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റീസൈക്കിൾ ഗുഡ്സ് തന്നെയാണ്. അതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. നമുക്കറിയാം ഇതിൻ്റെ ഓരോ പോർഷനുകളും വളരെയധികം ഫിനിഷിങ്ങോട് കൂടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു അൺബിലീവബിൾ എക്സ്പീരിയൻസ് തന്നെയാണ്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം ഒരു ഇരുമ്പിൻ്റെ കട്ടിലും അതിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ ഒരു പിന്നെ ഗ്ലൂക്കോസ് സ്റ്റാൻഡുമാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അതൊരു ലിവിങ് ഫീലിംഗ് അല്ല, അതൊരു എന്താ പറയുക ഒരു സിക്ക് ഫീലിംഗ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ലിവിങ് ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന ആൻറ്റിക് സ്റ്റൈലിലുള്ള കുറച്ച് ഫർണിച്ചേഴ്സ് ഈ റീസൈക്ലിംഗ് വുഡ് ഉപയോഗിച്ച് വെച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആൻറ്റിക് ടൈലുകളും കുറച്ച് ബ്രാസിൻ്റെ ഇൻലേസും ഒരു ചെറിയ കൊത്തുപണിയും ജിക്സോ കട്ടിയും ഒക്കെ ചെയ്യുമ്പം അത്തരം ഡിസൈൻസ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഇഫക്റ്റ് നമ്മളെ റൂമിനുണ്ടാക്കും. അപ്പോൾ അത്തരത്തിലുള്ള വിഷ്വൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഫർണിച്ചർ കോൺസെപ്റ്റ് നമ്മൾ ഇത്തരം റീസൈക്ലിംഗ് വുഡിൽ നിന്ന് കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടുത്തെ ലാമ്പ് പോലും റീസൈക്ലിംഗ് വുഡ് കൊണ്ട് ചെയ്താണ്. റീസൈക്ലിംഗ് വുഡിൻ്റെ ലാമ്പ്, റീസൈക്ലിംഗ് വുഡിൻ്റെ ബെഡ്, റീസൈക്ലിംഗ് വുഡിൻ്റെ ദിവാൻ, എല്ലാ സാധനങ്ങളും എവറിത്തിങ് ഏത് സാധനങ്ങളും മരത്തിൻ്റെ എല്ലാ സാധനങ്ങളും റീസൈക്ലിംഗ് വുഡുള്ള ഈ വീടിൻ്റെ ഈ റൂമിൻ്റെ ജനവാതിലും വാതിൽ പോലും റീസൈക്ലിംഗാണ്. റീസൈക്ലിംഗ് ജനവാതിലും വാതിലുമാണ്. അപ്പോൾ ഏതോ ബിൽഡിങ്ങിൽ ആരോ ഉപയോഗിച്ച ഒരു വാതിലും ജനവാതിലും നമ്മളത് കൊണ്ടുവന്ന് ലൊക്കേറ്റ് ചെയ്യാം. അതിന് മനോഹരമായൊരു ദൃശ്യഭംഗി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ ഫ്ലോറിൽ നമ്മൾ മാർബോണൈറ്റോ അല്ലെങ്കിൽ മാർബിളോ ഗ്രാനൈറ്റോ ഒന്നും ഉപയോഗിച്ചില്ല. റസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ടൈലുകളാണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രോപ്പർട്ടീസ് വരുമ്പോൾ അതിനെ കമ്പോസ് ചെയ്യുന്ന രീതിയിൽ റസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ടൈൽസും കൂടി റൂമിൽ വന്നാലേ ഈ പറയുന്ന വുഡൻ ഫർണിച്ചറിന് ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ജനവാതിൽ ഉണ്ടാക്കണം. ഒരു 130, 160 ഒരു ജനവാതിൽ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് 20,000 രൂപ വരും. അത് ജനലും ആ വിജാവരിയും പൊളിയും വെച്ചിറങ്ങുമ്പോഴത്തേക്ക് ഒരു 23,000 രൂപയ്ക്ക് നമ്മൾ ആ ജനവാതിലിന് ചിലവാക്കേണ്ടി വരും. അതേസമയം ഒരു റീസൈക്ലിംഗ് കോൺസെപ്റ്റുള്ള ജനലെടുക്കുമ്പോൾ നമുക്ക് 4,000 രൂപ മുതൽ 6,000 രൂപ മുതൽ അല്ലെങ്കിൽ 8,000 രൂപ വരെ മാക്സിമം ആ ജനലിന് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ജനൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ പുതിയ മരം കൊണ്ടുണ്ടാക്കിയ ജനലിനേക്കാളും വളയോ പൊളയോ അടന്നു വീഴോ നശിക്കുകയോ ഒന്നും ചെയ്യില്ല. നൂറ്റാണ്ടുകളായിട്ട് പ്രകൃതിയോട് മല്ലിട്ട് നിന്ന ആ മരം, ആ തടി ഇനിയും വർഷങ്ങളോളം നിലനിൽക്കാൻ പറ്റുന്ന രീതിയിൽ പര്യാപ്തപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ആ ഗ്രീൻ കോൺസെപ്റ്റിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഫെറസ് സിമെൻറ്റും റീസൈക്ലിംഗ് ഗുഡ്സും ചേർത്തുള്ള പ്രൊഡക്ട്സുകളെ കുറിച്ച് നമ്മൾ ഏറെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതെല്ലാം ഈ 2 സ്റ്റെപ്പും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഫെറസ് സിമെൻറ്റും റീസൈക്കിൾ ഗുഡ്സും എല്ലാം ചേർത്തുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ഒരു ബിൽഡിംഗ് അല്ല, ഒരു ആർട്ട് ഗാലറിയാണ്. എൻ്റെ മുമ്പിലുള്ള ഈ ബുദ്ധൻ്റെ സ്റ്റാച്യു ഫെറസ് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഴ, സാധാരണ നമ്മുടെ യഥാർത്ഥ മഴയെപ്പോലും വെല്ലുന്ന അത്രയധികം മനോഹാരിത നമുക്ക് സമ്മാനിക്കുന്നതാണ് ഈ മഴ. ഈ മഴ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അത്ര വലിയ ഒരു എക്സ്പെൻസിൻ്റെ ഒന്നും കാര്യമില്ല. വെറും 5,000 രൂപ മാത്രം ചിലവാക്കിയാൽ മതി.
നമുക്ക് എന്നും മഴ ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ മഴയുടെ ആസ്വാദനം നമുക്ക് ലഭിക്കും. ലുക്ക് ആൻഡ് ഫീലിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റീസൈക്കിൾ ഗുഡ്സിലും അതോടൊപ്പം തന്നെ ഫെറോ സിമെൻറ്റിലുമാണ്. ക്യാൻ യു ബിലീവ് ദിസ്? ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നിയേക്കാം, ബട്ട് ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഇത്തരം പ്രൊഡക്ട്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റേതിനെ പോലെ തന്നെയും ഇതും വളരെയധികം ശ്രദ്ധാപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം വേണം ഇതിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി. കാര്യം മറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റുകളിൽ നമ്മൾ ചെന്നുപെടുമ്പോൾ പലപ്പോഴും നമ്മൾ വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്താറ്. കാരണം ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ ഒരു വലിയ ഡ്രോപ്പേജ് ഉണ്ടാകും. സോ യു ഹാവ് ടു കെയർ അബൌട്ട് ദാറ്റ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലെ ഇൻറ്റീരിയറിലെ ഈ വ്യത്യസ്തകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാഷനാണ് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനിങ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. കാരണം ഇതൊരു വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം. യു ടേക്ക് കെയർ. ഇറ്റ്സ് മീ മുറാദ്. ബൈ.